മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിൽ നേരിട്ട് സംവാദമില്ല. ഫേസ്ബുക്കിലൂടെയുള്ള സംവാദമാണ് താൻ ഉദ്ദേശിച്ചതെന്നും അത് നടക്കട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംവാദം നടക്കാത്തതിൽ നിരാശയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ 2 പിണറായി സർക്കാരുകളുടെ പ്രവർത്തനം വിലയിരുത്താൻ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. നിയമസഭയിൽ സംവാദത്തിന് തയ്യാറാകാതിരുന്ന പ്രതിപക്ഷ നേതാവ് പുറത്ത് സംവാദത്തിന് തയ്യാറായതിൽ സന്തോഷമുണ്ടെന്നും അത് നടക്കട്ടെ എന്നും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി തന്റെ ക്ഷണം സ്വീകരിച്ചതിൽ സന്തോഷമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. നമുക്ക് വലിയ ഭാഗ്യമല്ലേ, 10 കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഒരാള് എന്നെ സംവാദത്തിന് വിളിക്കുന്നത് എനിക്ക് വലിയ പ്രിവിലേജാണ്. വിഷയം മുഖ്യമന്ത്രി തീരുമാനിച്ചതാണ്. മണ്ഡലത്തെക്കുറിച്ച് ഏത് ഇഷ്ടമുള്ള വിഷയം മുഖ്യമന്ത്രി തീരുമാനിച്ചോട്ടെ. എന്നാൽ ഫേസ്ബുക്കിലൂടെയുള്ള സംവാദമാണ് താൻ ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വ്യക്തത വരുത്തി. ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. സംവാദം നടക്കാത്തതിൽ നിരാശയുണ്ടെന്ന് വി.ഡി. സതീശൻ. ഞാൻ ഭയങ്കര സന്തോഷത്തിലിരുന്നാണ്. മുഖ്യമന്ത്രിയുമായി സംവദിക്കാൻ കിട്ടുന്നത് ഒരു പ്രിവിലേജ് ആണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം. 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആളല്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇന്ന് അതിൽ നിന്ന് പിന്മാറി. ഭയങ്കര നിരാശയാണ്. എന്നാൽ ഫേസ്ബുക്കിലൂടെയുള്ള സംവാദത്തിന് തയ്യാറാണോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തത വരുത്തിയിട്ടില്ല. നേരിട്ടുള്ള സംവാദമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണം വയനാട് പുനരധിവാസത്തിലേക്ക് തിരിച്ചുവിടാൻ മുഖ്യമന്ത്രി ശ്രദ്ധിക്കുന്നുണ്ട്. മരിച്ചവരുടെ പോക്കറ്റ് തപ്പി പണം തട്ടുന്നവരായി കോൺഗ്രസ് മാറിയെന്നും കള്ളം പറഞ്ഞ് തടി തപ്പാൻ നോക്കുന്നവരെ നുണയനല്ലാതെ എന്ത് വിളിക്കുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നേതാക്കന്മാർ തമ്മിലുള്ള വാക്പോര് പ്രചരണത്തിന്റെ ആവേശം കൂട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറാമാൻ ഉണ്ണിപ്പാലാഴിക്കൊപ്പം സൈഫ് സൈനുലാബ്ദീൻ.